ഹായ് ഫ്രണ്ട്സ്, സാമാജിക് സുംശിക പാരഡൈസിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. അതായത് ചിക്കൻ ബിരിയാണിയുടെ ഒരു വീഡിയോ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ സാധാരണ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിനുശേഷം വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ടിൽഡ എന്ന് പറഞ്ഞ ഒരു ബസ്മതി റൈസ് ആണ്. പിന്നെ നമുക്കാണെങ്കിൽ നാനക് ദേശി ഗീ അതാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ തക്കാളി ഉണ്ട്, നാരങ്ങ ഉണ്ട്, പിന്നെ സവാള ഉണ്ട്, ചെറുള്ളി ഉണ്ട്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമുക്ക് കിസ്മിസും കാഷ്യൂനട്ടും ഉണ്ട്. പിന്നെ പൊടികളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി, മഞ്ഞൾ പൊടി, ഗരം മസാല, പിന്നെന്തായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി. ഇതാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് പരിപാടി ഉണ്ടാക്കാനൊക്കെ തുടങ്ങാം. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം റൈസ് എടുക്കുവാണ്. അപ്പൊ നമുക്ക് ആദ്യം റൈസ് വെക്കാം, ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് വെക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇച്ചിരി നെയ്യ് ഇടാം. നെയ്യ് ഇട്ടിട്ട് നമുക്ക് പിന്നെന്താന്ന് ചോദിച്ചാൽ ഈ പട്ട, ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഇടണം. ജീരകം, പിന്നെ ആണെങ്കിൽ ഏലക്ക, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ പിന്നെ ചോറുകൂടി ഇട്ടിട്ട് ചോറിട്ടിട്ട് നമുക്ക് ആ ചോറൊന്ന് കുറച്ച് നേരം ഒന്ന് ആവണം. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് പട്ട ഇട്ടിട്ടുണ്ട്, പിന്നെ ആണെങ്കിൽ ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്, ഏലക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇതിൻ്റെ അകത്ത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ബസ്മതി റൈസ് ഇടും. ആ ബസ്മതി റൈസ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ബാക്കി പരിപാടികളിലേക്ക് പോകും. അപ്പോൾ ഇപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് ഞാൻ റൈസ്, അതായത് ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കും. അപ്പം നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്കാണെങ്കിൽ ഞാൻ 3 ഗ്ലാസ് അരിയാണ് എനിക്ക് വേണ്ടിയത്. അപ്പം അതിന് നമുക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പം ഇതിൻ്റെ അകത്താണ്, ഈ ഒരു അളവിലാണ് ഞാൻ 3 ഗ്ലാസ് അരി എടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു അളവിൽ 6 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുക. അപ്പം നമുക്ക് അതിനുള്ള അരി ഇടുവാണ്. അപ്പം അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു അളവിൽ നമുക്ക് 3 ഗ്ലാസ് അരി ഇടുക. ഒന്ന്, രണ്ട്, നമ്മളപ്പം വെള്ളം ഒഴിച്ചു, അരി ഒഴിച്ച് ഇനിയിപ്പം നമ്മൾ ഈ കുക്കറിൻ്റെ അകത്ത് നമ്മളൊരു ഏകദേശം ഒരു 10 മിനിറ്റ് ഇതിൻ്റെ അകത്ത് വെക്കും, 10-15 മിനിറ്റ് വെക്കും. അപ്പോഴത്തേനും നമുക്ക് റൈസ് ആവും. ഈ സമയം കൊണ്ട് നമുക്ക് എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് പോയി ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അപ്പം ഇനിയിപ്പം നമ്മൾ പോകുന്നത് ചിക്കനിലേക്ക്. ഇപ്പം നമ്മൾ ചിക്കൻ ആണെങ്കിൽ എല്ലാം കട്ട് ചെയ്ത് ചെറുതാക്കി, ഇപ്പം തൊലിയൊക്കെ ഉണ്ടായിരുന്നില്ല, തൊലിയെല്ലാം കളഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യേണ്ടതിന് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മുളക് പൊടി, ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടി. അപ്പം മുളക് പൊടി നമ്മൾക്ക് ആദ്യം കുറച്ചിടണം. മുളക് പൊടി ഇട്ടു. പിന്നെ നമ്മൾ എടുത്തിടുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞൾ പൊടി. അതെല്ലാം നമ്മുടെ ഒരു അളവിനാണ്, എൻ്റെ ഒരു അളവിനാണ് ഞാൻ ഇടുന്നത്. അപ്പം എനിക്കൊരു കണക്കൂട്ടലുണ്ട്, അതിനനുസരിച്ചാണ് ഞാൻ ഇടുന്നത്. ഇനിയും പിന്നെ നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ ഇത് ഗരം മസാല കുറച്ചിടണം. ഗരം മസാല ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടിയാണ്. അപ്പം മുളക് പൊടി ഇവിടെ ഈ സുരാജ് എന്നും പറഞ്ഞുള്ള ഒരു കുരുമുളക് പൊടി. അപ്പം നമുക്ക് കുരുമുളക് പൊടി കുറച്ചിടാം. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയ സാധനമാണ് തൈര്. അപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് പോയി തൈരും പിന്നെ നമുക്ക് മുട്ട ആവശ്യമുണ്ട്. അതെല്ലാം കൂടെ ഇളക്കിയിട്ട് ശേഷമാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ അപ്പോഴത്തേന് പോയി തൈരും മുട്ട എടുത്തോണ്ട് വരാം.
അപ്പോൾ നമ്മൾ തന്നെ ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇച്ചിരി യോഗേർട്ട് ഇടാം. ഈ യോഗേർട്ടും ഇനിയിപ്പം പിന്നെ മുട്ട നമ്മൾ പൊട്ടിച്ച് ഇടണം. അപ്പം മുട്ടയും പൊട്ടിച്ചു. അപ്പം ഇനി ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യും. സാധാരണ ഞാൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കേണ്ടതിന് വേണ്ടി കാര്യങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് എല്ലാം ഓർഗനൈസ് ചെയ്താണ് എടുക്കുക. അല്ലെങ്കിൽ പിന്നെ ചടയപടയെന്നും പറഞ്ഞ് കാര്യങ്ങൾ കഴിയും. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇടണം. സാധാരണ ഞാൻ എരിവ് കുറവാണ് ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എരിവ് അധികം പറ്റത്തില്ലതുകൊണ്ട് ഞാൻ കുറവാണ് ഇടുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ ഇച്ചിരി ഒന്ന് കൂട്ടി നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമ്പം അവർക്കൂടി ഇഷ്ടപ്പെടുന്നതല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇടാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് നല്ലതായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 10-20 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം. അത് ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇതിലൊക്കെ ഒന്ന് പിടിച്ചാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാൻ കുക്കിംഗ് വീഡിയോ ആദ്യമായിട്ട്, അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിലപ്പം ചില പോരായ്മകളൊക്കെ കാണും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണം. അപ്പം നമ്മളാണെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ റൈസ് വെച്ചു, പിന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് നെയ്ക്കകത്ത് ഇട്ടിട്ട് നമുക്ക് ഈ കിസ്മിസും കാഷ്യൂനട്ടൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇനിയിപ്പം അത് പാൻ ഓൾറെഡി ചൂടായി. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ഇടാം. ഇതാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നിട്ട് നമ്മുടെ നാട്ടിലെ കശുവണ്ടിയാണ്. നല്ല സാധനം. ഞാനാണെങ്കിൽ വീട്ടിലാണെങ്കിൽ മമ്മിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടാക്കി വറുത്ത് തന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കും. അപ്പോൾ ഇതിനൊരു പ്രത്യേക സുഖം. നമ്മളല്ലെങ്കിൽ ഈ അടുപ്പത്തു നിന്ന് എടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ല. നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കും. സാധാരണ ഞാനൊരു 1 മണിക്കൂറും കൊണ്ടൊക്കെ ഇത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് ഇതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേനും എത്ര മണിക്ക് തുടങ്ങിയാണ്? 4-5 മണിക്ക് തുടങ്ങി. ഇനിയിപ്പോൾ എത്ര മണിയാകുമ്പോൾ തീരുമെന്ന് അറിയില്ല. എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് നല്ല കിടിലൻ ചിക്കൻ ബിരിയാണി. ഇപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ കാഷ്യൂനട്ടൊക്കെ നമ്മളവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ നമുക്കിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചിക്കന് വേണ്ടിയ അരപ്പ്, അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പം വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, പിന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ടിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കും. ഇതാണ് നമുക്ക് ചിക്കന് വേണ്ടി. അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളിത് അരച്ചെടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ആണെന്നുണ്ടോ ഇതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതിപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ആണെങ്കിൽ പച്ചമുളകും കൂടെ ഇട്ട് നമ്മൾ ഒന്ന് അരച്ചെടുത്തു. ഇതാണ് നമുക്ക് ഇനിയിപ്പോൾ ചിക്കൻ നമുക്ക് ഗ്രേവി ആയിട്ട് വെക്കുമ്പോൾ ചിക്കന് നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കൊച്ചുള്ളി ഒന്ന് അരച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇങ്ങോട്ട് മാറ്റി വെക്കും. നമ്മളിപ്പോൾ നമ്മുടെ കശുവണ്ടി എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ മുന്തിരിങ്ങ ഇടാം, കിസ്മിസ് ഇടാം. അപ്പോൾ ഇനി ഇച്ചിരി നെയ്യൂടെ ഇടാം. എനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഈ നെയ്യ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇച്ചിരി നെയ്യൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് കുറച്ച് കിസ്മിസ് അങ്ങോട്ട് ഇടുക. ഇത് കഴിഞ്ഞ് കിസ്മിസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളി ഇടും. നമ്മൾ മുമ്പേ അരപ്പിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് നമ്മൾ ഓൾറെഡി അരച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് അരച്ചെടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കൊച്ചുള്ളി ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം കിസ്മിസ് കിടന്നൊന്ന് കുറച്ച് നേരം ഒന്ന് ആവട്ടെ. ഇത് നമുക്ക് അതാവുന്ന സമയം കൊണ്ട് നമുക്കാണെങ്കിൽ പോയി കൊച്ചുള്ളി നമുക്കൊന്ന് അരച്ചെടുക്കാം.
ഓൾറെഡി അടുപ്പയിലാണ് നമ്മൾ കാഷ്യൂനട്ടും പിന്നെ കിസ്മിസും വറക്കുന്നു. അപ്പൊ ആ സെയിം സമയത്ത് തന്നെ നമുക്കാണെങ്കിൽ കുഞ്ഞുള്ളി നമുക്കൊന്ന് അരച്ചെടുക്കാം. എല്ലാം പെട്ടെന്ന് കിട്ടുന്നു. ഒരേ സമയത്ത് നമുക്ക് ഇത് വെച്ചാണ് എല്ലാം ചെയ്യുന്നത്. ഇതെന്റെ അതായത് ഷേക്ക് ഉണ്ടാക്കാനും എല്ലാം ഇത് തന്നെ. പക്ഷെ ഇതല്ല, ഇതിന് വേറെ ഇതുണ്ട്. അപ്പം കരഞ്ഞ് കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൊണ്ട് അത്രയൊക്കെ പറ്റത്തുള്ളൂ. അതിനെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം അത് അരച്ച് തന്നിട്ടുണ്ടല്ലോ. അത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് ഇനിയിപ്പോൾ മാറ്റി വെക്കാം. നമ്മുടെ കിസ്മിസ് ഇവിടെ കിടപ്പുണ്ട്, അത് നോക്കണം. ഇപ്പം ഇതിപ്പം മുന്തിരിങ്ങ കിസ്മിസ് ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതെടുത്തിട്ട് നമുക്കിനിയിപ്പോൾ ഉള്ളി വറക്കണം. അപ്പം നമുക്കിനിയിപ്പോൾ ഇതിൽ നിന്ന് ഈ കിസ്മിസ് എടുത്ത് മാറ്റാം. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് വറക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാനുള്ള ഉള്ളി വറക്കാം. അതിന് നമുക്ക് കുറച്ച് നെയ്യ് കുറച്ച് നെയ്യ് കൂടി ഇട്ട് നമുക്കത് വറക്കണം. അപ്പം ഇവിടുത്തെ നെയ്യ് എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ നെയ്യായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പഞ്ചാബിയിലെ സംഭവം മെയിനായിട്ട് പഞ്ചാബികൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് നാനക് ദേശി ഗീ എന്ന് പറയുന്നത്. അപ്പം നമ്മളിനിയിപ്പം ഉള്ളി നമുക്ക് വറുത്തെടുക്കാം. അപ്പം നെയ്ക്കകത്തിട്ടാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കോക്കനട്ട് ഓയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതുവേ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് നെയ്ക്കകത്തിട്ട് വറുത്തെടുക്കുന്നതാണ് ഇഷ്ടം. ഓരോരുത്തർ പല രീതിയിലാണ് ചെയ്യുന്നത്. എനിക്കിത് എൻ്റെ ആയിട്ടുള്ള സ്റ്റൈലാണ്. ഇപ്പം നമ്മളാണ് ഇപ്പം ഉള്ളി നമ്മൾ വറക്കായിട്ടിട്ടുണ്ട്. ആ സെയിം സമയത്ത് തന്നെ നമുക്ക് ഇത് വറുത്തെടുക്കാം. നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇവിടെ ഇതിപ്പം സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ ഒഴിക്കുന്നത്. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തുവായാലും ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ മുമ്പേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഇത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം മുമ്പേ ആദ്യം നമ്മൾ പറഞ്ഞാണ്. ഇതിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ കുരുമുളകും മുളക് പൊടി, മഞ്ഞൾ പൊടി, പിന്നെ ഗരം മസാലയും പിന്നെ തൈരും മുട്ടയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. അത് ഒന്ന് എണ്ണ ചൂടായതിന് ശേഷം നമ്മളത് വറുത്തെടുക്കും. സെയിം സമയത്ത് തന്നെ നമുക്കിവിടെ ഉള്ളി വറുക്കാൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്കിനിയിപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ ചിക്കൻ വറുത്തെടുക്കാം. നമുക്ക് അധികം പാത്രങ്ങളോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ ഉള്ളത് വെച്ചാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഒരു 2 റൗണ്ടിൽ ഇടേണ്ടി വരും. ഇപ്പം നമ്മൾ ചിക്കൻ ആണെങ്കിൽ ഇപ്പം വറുത്തെടുക്കുകയാണ്. ഇപ്പം ഇത് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ട് ഇടണം. ഇച്ചിരി എന്താ ചോദിച്ചാൽ ഇത് ഞാൻ മറ്റേ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. എനിക്ക് മറ്റേ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി ഒരു താമസമുണ്ട് ഇതൊന്നും ആവാൻ വേണ്ടി. എനിക്കറിയത്തില്ല ഇത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന്. പക്ഷേ ഞാൻ സാധാരണ ഒന്നിൽ മറ്റേ കോക്കനട്ട് ഓയിലാണ്. പക്ഷെ എനിക്കെന്തോ ഇന്നൊന്ന് മാറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിപ്പോൾ അടുത്ത സെക്കൻഡ് റൗണ്ട് നമുക്ക് ചിക്കൻ ഇടാം. മൊത്തം ഇല്ലാത്ത ഈ റൗണ്ട് കൊണ്ട് തീർക്കാം. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി സമയം കുറേ ആയി. ഇനിയിപ്പോൾ ഇച്ചിരി ഉണ്ട്. ഇതിപ്പോൾ ഇനി നാളെ വല്ലതും എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും വറക്കണമെങ്കിൽ നല്ലതാണ്. ഇപ്പം മുമ്പ് ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ചിക്കൻ ബാക്കി ഇരിപ്പുണ്ട്. അത് ഇപ്പം നാളെ നമുക്ക് വല്ലതും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി നല്ലതായിരിക്കും. അപ്പം ഇനിയിപ്പം ഇതൊന്നായി വരണം. നമ്മുടെ ഇതായി ഉള്ളി വറുത്തു, കിസ്മിസ് വറുത്തു, പിന്നെ കാഷ്യൂനട്ട് വറുത്തു, അരപ്പുകളെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ നമ്മൾ കുക്കറിൻ്റെ അകത്തിട്ട്
നമ്മൾ ആദ്യം ചിക്കൻ ഇതാക്കും. ചിക്കൻ നമ്മൾ മസാലയാക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ചിക്കൻ വറുത്ത് നമ്മൾ ട്രിപ്പ് എടുത്തു, അടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആ സെയിം സമയത്ത് തന്നെ നമ്മുടെ ഓണിയൻ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയൊന്നും ഇതിലോട്ട് പെടാതെ രീതിയിൽ നമുക്കിതിലോട്ട് മാറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കുന്നതിന് മുമ്പേ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതാകുമ്പോൾ ഒരു സ്മോക്ക്ഡ് ചിക്കൻ ബിരിയാണി നോക്കാം. അപ്പം അതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാ സാധനങ്ങളെല്ലാം സെറ്റായി. ഇനിയിപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കുക. അതായത് ചിക്കന് കുക്കറിൻ്റെ അകത്തിട്ട് ചിക്കനും അരപ്പെല്ലാം കൂടെ വെച്ച് നമ്മൾ മസാലയാക്കും. അതിന് ശേഷം നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി റൈസ് അവിടെ ആയിട്ടുണ്ട്. നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ചിക്കൻ മസാലയൊക്കെ ഉണ്ടാക്കുന്ന ആ സമയമാകുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞില്ല. ഇനിയിപ്പോൾ നമുക്ക് ചിക്കനുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് വേറെ എൻ്റെ പാത്രം ഇല്ലാത്തതുകൊണ്ട് കുക്കറിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇച്ചിരി നെയ്യ് ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് ഇച്ചിരി ചൂടായതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അരച്ച് വെച്ചിട്ടില്ല. അതായത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും പിന്നെ നമ്മളാണെങ്കിൽ കൊച്ചുള്ളി, ചെറുള്ളി എല്ലാം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ സവാളയൊക്കെ ഇട്ടൊന്ന് ഇളക്കും. എന്നിട്ട് പിന്നെ നമ്മൾ പൊടികൾ ചേർക്കും. അപ്പോൾ ഇപ്പം നമ്മളാണെങ്കിൽ ജസ്റ്റ് ആ നെയ്യൊന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിനിയുള്ള മസാലകൾ, ചിക്കനുള്ള മസാല ശരിയാക്കാം. ഇത് മുമ്പേ നമ്മൾ അരച്ച് വെച്ചതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അതപ്പം നമുക്കൊന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ കുക്കറിൻ്റെ അകത്താണ് ചെയ്യുന്നത്. ഇവിടെ ചോദിച്ചാൽ എൻ്റെ വേറെ പാത്രമില്ല. പക്ഷെ ഞാൻ എന്നാലും ചെയ്തപ്പോൾ കുക്കറിൻ്റെ അകത്താണ് ചെയ്തത്. അത് നമ്മൾ ആദ്യത്തെ അരപ്പിട്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ അരപ്പ് ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞുള്ളി നമ്മൾ അരച്ചാണ്. ഇനിയിപ്പോൾ ഇതിടാം. നമ്മളിതിവിടെ ചെയ്യുമ്പോൾ നമ്മൾ ചിക്കനുള്ള മസാല ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സെയിം സമയത്ത് തന്നെ അവിടെ ചിക്കൻ ഒരു ട്രിപ്പ് വറുത്തെടുത്ത് ഇനിയിപ്പം ഒരു ട്രിപ്പ് വറുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഇതൊന്ന് സെറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് ചിക്കൻ വറുത്ത് കിട്ടും. അപ്പം നമുക്കങ്ങനെ സമയം ലാഭിക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ രണ്ടരപ്പിട്ട്, ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും, പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുള്ളി നമ്മൾ അരച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിന് ശേഷം നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിനി ഉള്ളിയോ, അപ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് ഉപ്പിടുക. അതോടെ ചോദിച്ചാൽ ഒന്ന് പെട്ടെന്നൊന്നാവാൻ വേണ്ടി ഇച്ചിരി ഉപ്പിടുക. ഉള്ളി ഞാൻ ഓൾറെഡി ചിലപ്പോൾ ഞങ്ങളിവിടെ കട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇച്ചിരി ഉള്ളി കൂടി ഇടുക അതിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഉള്ളിയെല്ലാം കൂടി ഇട്ടൊന്ന് നമുക്ക് ഇളക്കാം. അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മസാലയ്ക്കകത്ത് ഇനിയിപ്പം നമ്മൾ ഓൾറെഡി ആ മസാല ആ സൈഡിൽ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മസാല റെഡി ആയതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ അതിൻ്റെ അകത്തോട്ട് ഇടാം. അപ്പോൾ നമ്മുടെ എല്ലാം ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് നമുക്ക് മസാല ഇടാം. അപ്പോൾ നമുക്ക് ആദ്യം ഇച്ചിരി കുരുമുളക്, ഓൾറെഡി ഞാൻ മുമ്പേ നോക്കിയപ്പോൾ ഇച്ചിരി എരിവുണ്ട്. അപ്പോൾ ഇച്ചിരി കുറച്ചിടാം. ഇച്ചിരി നമ്മൾ മുളക് പൊടി ഇട്ടു. അതിന് ശേഷം പിന്നെ മഞ്ഞൾ പൊടി, ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ടു. പിന്നെ മഞ്ഞൾ പൊടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇച്ചിരി ഗരം മസാല ഇടാം. ഗരം മസാലയാണ് എനിക്ക് ഇച്ചിരി ഈ ഗരം മസാലയുടെ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇച്ചിരി നമുക്ക് ഗരം മസാല ഇടാം. അതിനുശേഷം ഇച്ചിരി കുരുമുളക്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് പറയുന്നതല്ല, ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും
അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ നമുക്ക് വീക്കെൻഡിലും അല്ലേ ഉണ്ടാക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി സമയവും കാര്യങ്ങളൊക്കെ എടുത്ത് ഉണ്ടാക്കണം. ഞാനാണ് സാധാരണ എന്തെങ്കിലും നമ്മൾക്ക് ഓഫുള്ള ദിവസങ്ങളിലും വല്ലപ്പോഴും എപ്പോഴും അങ്ങനെ നമുക്ക് ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടും. ഇന്നിപ്പോൾ ഇച്ചിരി ഫ്രീ ആയതുകൊണ്ടാണ്. ഇന്നിപ്പോൾ സ്കിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ ഞാൻ ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ സ്കിപ്പിനും, ഇന്ന് സ്കിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്തേക്കാം. ഇതിനിപ്പോൾ നമുക്കൊന്ന് ഇളക്കിയൊന്ന് എടുക്കാം. അതിൻ്റെ കളർ മാറിയുണ്ട്. മസാല എല്ലാം കൂടെ വന്നപ്പോഴത്തേന് അതിൻ്റെ കളർ മാറി നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമുക്കിനിയിപ്പം ഇതിലോട്ട് ഇച്ചിരി തക്കാളി ഇടാം. ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പം ഇനിയിപ്പോൾ തക്കാളി ഇടണം. പിന്നെ നമ്മുടെ കൊറിയാണ്ടർ ലീഫുണ്ട്, പിന്നെ നമ്മുടെ പുതിന, ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കണം. അപ്പം നമുക്കിനിയിപ്പോൾ ഇതിലോട്ട് ഇച്ചിരി തക്കാളി ഇടാം. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് തക്കാളി ഇടുവാണ്. തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ ഇനിയിപ്പം നമുക്ക് ഇലകൾ ഇടണം. ഇലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മല്ലിയിലയും പിന്നെ പുതിനയുടെ ഇലയും കൂടി ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക, ഇപ്പോൾ ഓൾറെഡി അതായത് ഈ മസാല എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഒരു സ്മെല്ലുണ്ട്. ഇനിയിപ്പോൾ അതുകൂടെ ആകുമ്പോഴത്തേന് നമുക്ക് ഇച്ചിരി കൂടെ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇവിടെ കിടന്ന് നമുക്കൊന്ന് ഈ തക്കാളി ഒന്ന് നമുക്കൊന്ന് ചതഞ്ഞ് കിട്ടണം. അപ്പം നമ്മൾ തക്കാളി ഇട്ടു. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിയിലയും പുതിനയുടെ ഇലയും കൂടാണ്. അപ്പോൾ അതൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് നമ്മളിട്ടു. ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കണം. എനിക്ക് ആ പുതിനയുടെ ആ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസം. അതായത് ആ ഒരു നമ്മൾ ഈ ചിലപ്പോൾ ആണെങ്കിൽ നമ്മൾ ഈ ലെമൺ സോഡയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഇതിൻ്റെ ഇച്ചിരി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ലാണ്. അപ്പം എല്ലാം കൂടെ ഒന്ന് കുഴച്ചൊന്ന് സെറ്റാക്കി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഒരു പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ ഒരു ഇച്ചിരി നല്ല ടേസ്റ്റ് കിട്ടും. ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ല ഒരു മണം അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒരു ടേസ്റ്റും കാര്യങ്ങളും. ഞാൻ ഇച്ചിരി ഒന്ന് ആ ഒരു ഗ്രേവി തന്നെ, ഇപ്പോൾ നമുക്ക് ഇച്ചിരി ചോറുണ്ടെങ്കിൽ ആ ഗ്രേവിയുടെ കൂടെ തന്നെ കഴിക്കാം. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മളൊന്ന് ആയിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മളൊരു ഇച്ചിരി തൈര് ഇടും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് തൈരിടാം. ഇനി ഇതിലോട്ട് നമുക്ക് ഇച്ചിരി തൈരിടാം. ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നല്ല തൈര്, നല്ല കട്ട തൈര് കണ്ടോ. അപ്പോൾ ഇത് ഇച്ചിരി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇച്ചിരി തൈര് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല ആ തൈരും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ലൊരു കളർ വന്നതാണ്. നമ്മളിപ്പം തൈരെല്ലാം കൂടെ ഇട്ട് ഇളക്കി ഒന്നായി വരുന്നുണ്ട്. കുറച്ച് ഇച്ചിരി കൂടെ ഒന്നാണ് ഒരു 5 മിനിറ്റ് കൂടെ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമുക്ക് ചിക്കൻ എടുത്തിടാം. നല്ല കളറൊക്കെ ആയി, നല്ല സ്മെല്ലും അടിക്കുന്നുണ്ട്. നല്ല കിടിലൻ സംഭവം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നില്ല, അഹങ്കാരം കൊണ്ട് പറയുന്നില്ല. എനിക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട് ഇന്ന് നല്ലതാവുമെന്ന്. നമ്മൾ ഇച്ചിരി ഒരു ടേസ്റ്റിന് കിട്ടാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഈ ഒരു മറ്റേ മുമ്പേ വറുത്ത് വെച്ച ആ ഒരു ഇതില്ല, നമ്മൾ എന്താ കാഷ്യൂനട്ട്, ആ കാഷ്യൂനട്ട് ഒന്ന് പൊടിച്ച് ഇതിൻ്റെ അകത്തോട്ടിട്ട്. അപ്പോൾ ഒരു ഇച്ചിരി ഒരു ടേസ്റ്റ്, ഇച്ചിരി നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മളത് വേറെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ കാഷ്യൂനട്ട് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഇന്ന് ഇച്ചിരി പൊടിച്ചിടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ഈ ചിക്കൻ്റെ കൂടെ ഒക്കെ ഒന്ന് ഇട്ടിതാവും വരുമ്പോഴത്തേനും ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊന്ന് ആയെന്ന് തോന്നുന്നു. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഇതെല്ലാം ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കിടന്നൊന്ന് ഇച്ചിരി കൂടെ ഒന്നായി കഴിയുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഇച്ചിരി ഒരു നെയ്യൊക്കെ ഉണ്ട്, അതുകൂടി ഇതിൻ്റെ അകത്തോട്ടങ്ങ് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ ഒന്ന് ആയിട്ടുണ്ട്. നമ്മൾ ഇത്രയും ചിക്കൻ അല്ല ഇതിൻ്റെ അകത്ത് വെച്ച് ഇനി ഇതൊന്നെല്ലാം ഒന്നൊന്ന്
നമുക്കൊന്ന് ഇളക്കാം. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കുക്കറിൻ്റെ അകത്ത് തന്നെ നമുക്ക് റൈസ് എല്ലാം വെച്ചൊന്ന് സെറ്റ് ചെയ്യും. പക്ഷേ ഇത് എല്ലാം ചിക്കനൊക്കെ ഒത്തിരി അധികമായതുകൊണ്ട് നമ്മളിതിപ്പം 2 സെക്ഷനായിട്ട് മാറ്റി. ചിക്കൻ ഒരു സെക്ഷന്, റൈസ് ഒരു സെക്ഷൻ ആക്കിയിട്ട് നമ്മൾ ചിക്കനിൽ നിന്ന് ഇച്ചിരി എടുക്കും. എന്നിട്ട് അത് രണ്ടും കൂടെ ഇച്ചിരി റൈസും കൂടി ഇച്ചിരി മിക്സ് ചെയ്ത് നമ്മൾ പിന്നെ നാളെ ആണെങ്കിൽ നമുക്ക് രണ്ടും രണ്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്, ചിക്കൻ മസാല ആയിട്ടുണ്ട്. ഇനിയിപ്പം പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചു ചിക്കൻ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ദം കൂട്ടടിക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ നമുക്ക് ചിക്കൻ അധികമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് പകുതി ആക്കും. ചിക്കൻ്റെ പകുതി ഇങ്ങോട്ട് മാറ്റുക, എന്നിട്ട് റൈസിൻ്റെ പകുതി വെക്കുക. എന്നിട്ട് നാളെ നമുക്ക് ആവശ്യം, ഇപ്പോൾ നാളെ രാവിലെ ഇനിയിപ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴും നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കത് പിന്നെ നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്താൽ ഈ ഒരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മാറ്റി വെക്കുക. എന്നിട്ട് ആ റൈസ് ആണെങ്കിലും കുറച്ച് ഇതാക്കിയിട്ട് നമ്മളൊരു ചെറിയ ദം കൂട്ടി കുക്കറിൻ്റെ അകത്ത് തന്നെ ഇട്ട് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, നമ്മൾ ഇനിയിപ്പം ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി റൈസ് ചേർക്കും. നമ്മൾ ഓൾറെഡി കണ്ട റൈസ് നമ്മൾ റൈസ് കുക്കറിൽ അരച്ച മുമ്പ് ആദ്യം നമ്മൾ ചെയ്ത റൈസാണ്. ആദ്യം നമ്മൾ റൈസ് ചെയ്തു, പിന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തു, പിന്നെ നമ്മൾ ചിക്കൻ മസാല വെച്ചു. ഇനിയിപ്പോൾ ഈ ചിക്കൻ മസാലയ്ക്കകത്തോട്ട് നമ്മൾ പതുക്കെ റൈസ് ഇടുക. ഒന്ന് റൈസ് ഇട്ട് നമുക്കൊരു ലെയർ ആക്കാം. നമ്മളൊരു ലെയർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മുമ്പേ ആദ്യം നമ്മൾ ചെയ്ത മറ്റേ ഇച്ചിരി കിസ്മസ് ഇട്ടു, ഇച്ചിരി കിസ്മസൊക്കെ ഇട്ട് എല്ലാം ഒന്ന് ആഷ് പോഷായിട്ട് നമ്മൾ നല്ല ലാവിഷാക്കി. ക്യാഷു ഇട്ടു, കുറച്ച് ക്യാഷ് നമ്മളിട്ടു. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഉള്ളി വറുത്തില്ല. ആദ്യം നമ്മൾ ഇച്ചിരി കരിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇച്ചിരി ഉള്ളി ഇട്ടു, ഉണ്ടോ, എല്ലാം ഇട്ടു. പിന്നെ നമ്മൾ ഇച്ചിരി നെയ്യ് അതിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. ഇച്ചിരി നെയ്യ് ഇട്ട്, എനിക്ക് നെയ്യ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ നെയ്യ് വയ്ക്കുന്നത്. അല്ലാതെ നെയ്യ് അധികം അറിയാതെ കൊളസ്ട്രോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നമുള്ളവർ അധികം നെയ്യ് യൂസ് ചെയ്യരുത്. അവർക്ക് എന്താണ് ഉചിതമായിട്ടുള്ള അത് ചെയ്യുക. നമ്മൾ താഴെ ഇച്ചിരി ചിക്കൻ ഇട്ട് പിന്നെ നമ്മൾ അടുത്ത ലെയർ എടുത്തു. അപ്പം നമുക്ക് ഇച്ചിരി ഒന്ന് ചിക്കൻ ഇട്ടൊന്ന് ഒന്നുകൂടെ നമ്മളതിൻ്റെ മുകളിൽ ഇച്ചിരി ഒരു ചിക്കൻ ഇട്ടു. മാറ്റി വെക്കാൻ ഞാൻ വിചാരിച്ച് മാറ്റി വെക്കേണ്ടി വരുന്നു, പക്ഷെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ലെയറോട് സെറ്റ് ചെയ്തു, ചിക്കൻ്റെ ഒരു ലെയർ ഇട്ടു. അതിനുശേഷം നമ്മൾ പിന്നെ റൈസ് ഇടുകയാണ്. നമ്മൾ റൈസ് ഇട്ട് അതൊന്നുകൂടെ സെറ്റ് ചെയ്യുക. നമുക്ക് ഈ റൈസ് കുക്കർ ഉള്ളതുകൊണ്ട് എനിക്കതായാലും നല്ല ആദ്യം നമ്മൾ റൈസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നത്, അത് നല്ല കറക്റ്റ് പാകത്തിന് സെറ്റായിട്ട് കൈ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മുമ്പ് കുറച്ചധികം ബാക്കിയുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് ലാസ്റ്റിലൊന്ന് കശുവണ്ടിയും ഉള്ളി നമ്മൾ വറുത്ത ഇരിപ്പുണ്ട്, അതൊന്ന് ഇട്ട് ഇനി നമുക്ക് ഒരു 2 ചിക്കനോട് എന്തോ ആയാലും ഇത്രയായി. ഇനിയിപ്പോൾ കലാശക്കൊട്ട ആ ചിക്കനോട് ഇട്ട് നമ്മളിത് ക്ലോസ് ചെയ്യുക. ജസ്റ്റ് നമ്മളൊന്നൊരു 5 മിനിറ്റ് ഒന്ന് വെക്കും. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അത് പരിപാടി ഗംഭീരമായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയിപ്പം ബാക്കിയുള്ള റൈസോട് ഇട്ട് കുറച്ച് നേരം നമ്മളത് വെക്കും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ടായിട്ടുള്ള ബിരിയാണിയാണ്. പക്ഷെ എന്നാലും അതായത് നല്ല നമ്മളിപ്പോൾ കുക്കർ മാത്രമേ ഉള്ളതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് വേറെ പാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള എല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് മേളിയിട്ട് നമുക്കിത് അടച്ചു വെക്കാം. കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്. പക്ഷെ അത് സമയം പോവും. പക്ഷെ അത് എന്തായാലും നമുക്ക് ഈ ഓഫുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോഴേ പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഇച്ചിരി നെയ്യ് കൂടി ഇട്ട് നമ്മളിത് അടയ്ക്കാൻ പോവാം. ഇച്ചിരി നെയ്യൊക്കെ ഇട്ട് നമുക്കിനിയിപ്പം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.
നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനിയിപ്പം അതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കിടില സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് വിളമ്പുക. നല്ല സ്മെല്ലും ഉണ്ട്, നല്ലതായിട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ആദ്യത്തെ ഞാൻ ഇച്ചിരി ഒന്ന് എടുത്ത് മാറ്റും. എന്താണെന്ന് ചോദിച്ചാൽ ഇതല്ലെങ്കിൽ ഇളക്കാനൊരു പാടാം. നമ്മുടെ ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.